ആനന്ദത്തിന്റെ പൂർത്തിയുണ്ടോ നിന്നോടുകൂടെ നിന്നുകൊണ്ടാകാതെ കാണണം. അക്ഷയമായ സന്തോഷത്തിന് യോഗ്യരാക്കണമേ. നിന്റെ കരുണയാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയവാൽ നിങ്ങളുടെ സുഖങ്ങൾ വർദ്ധിക്കുകയും നീ കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷിയ ശേഷമായ തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഗുണവാളൻ പൂർണ്ണനും ഗുണവാക്ഷിയ ശേഷമായ തീരണമേ. നിന്റെ ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയുള്ള വിശുദ്ധന്മാരുടെയും കൂട്ടത്തിലും അക്ഷയമായ സൗഭാഗ്യവന്തി നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അരസന്മാരുടെ ഇടത്തും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം മോശവും ഭാവങ്ങളെ മായച്ചോളമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തോട് സദയം പരിപാവന തനുദിയങ്ങൾ അനുബോലം വാദാമലോലം സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമദ്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ പ്രവാളനായിരിക്കുന്ന കർത്താവിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സർവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദാസുടെയും മോതിരം വാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മയിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയും
ആയിരിക്കുന്ന ദൈവമേ, നീ അനശ്വരമുള്ള ഒളിപ്പുള്ള മൂറോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അധീനമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് ഉതകത്തക്ക വണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അതിർത്തെ നീ സന്തോഷപൂർവ്വം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ മോചനത്തെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോചനത്തെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുമാനമാക്കണമേ. കർത്താവേ, ഇവിടെ വിവാഹം സകലമായ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ ഇടയാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, കത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കണമേ, പാകിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും പെരുമുൻപാകമായ തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നീ നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അതിശയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരകരോളം വീശുവാൻ നീ അവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്ത ഐക്യവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. കരുണയോട് നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്തെ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീഹന്മാരിൽ നിന്ന് പോലെ ആചാര്യന്മാരുടെ കീഴിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സൗഭാഗ്യങ്ങളെയും നൽകണമേ. അതിൽ തന്നെ സദാസ്ഥിതിമാനവരുടെ മക്കൾക്ക് ചെയ്യണമേ. ജീവിതത്തിനായി ഒരുങ്ങുന്നവർക്ക് നിന്റെ സമൃദ്ധിയായി നൽകണമേ. നിന്റെ ദേശീയമായ ആജീവനമാന്റെ പ്രവാട്ടിയെ കാത്തുകൊള്ളുകയും പിതാവും പുത്രനും മാറണമേ. in
മനസ്സിലാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് അവരെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങളാലും നല്ല ഉന്നതിയും സ്വഭാവിപ്പോഴും ഇടപെടാതെ യോഗ്യന്മാരായി തീരണമേ. ഇരിക്കുന്നവനും തലമുറ തലമുറകൾക്ക് സ്ഥിതി ചെയ്യുന്നവനുമായ നിത്യനും തന്റെ മാലാഖമാർദ്ദരിക്കാരാധനയണിക്കുന്ന ആദിയൊന്നുമില്ല വ്യാപാരം ചെയ്ത് ലാഭിക്കുന്നവരുമായി തീരുവാനായിട്ട് ഇവർക്ക് നീ കൃപ നൽകണമേ. കർത്താവേ, ഇവർ നിന്റെ നിത്യനെ സ്നേഹിക്കുകയും പാപവർണ്ണോ അവരുടെ പക്കലുള്ളവരിൽ നിന്നാകുന്നവരുമായി തീരുന്നതിന് ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്നെ നീ സംയോജിപ്പിക്കണമേ. നിന്റെ ആത്മീയതോട്ടത്തിൽ നീ വേലക്കാർ നിന്നെ കുറിച്ചുള്ള ഭക്തി വൈരാഗ്യത്തിലും നിന്റെ കൽപ്പനകളെ കാത്തിരിക്കുന്നവരും ജാഗരൂകരമായി തീരുവാനായിട്ട് ഇവർക്കും ഇപ്പോഴും നീ സംഗതിയാക്കണമേ. നിന്നെ സ്നേഹിക്കുന്ന കൽപ്പന ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെവരും നിന്റെ വലത്ത് വളർന്നുകൊണ്ട് നിന്റെ കരുണയെക്കാളുകയും നിനക്ക് നൽകുന്ന വിശുദ്ധാത്മാവിനും സ്തുതിയോട് സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ും
നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നെ ഉണ്ടായിരിക്കട്ടെ. വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ ഭർത്താവ് എന്ന കാര്യങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാമെന്ന ഭാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്നവർ തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സ്ഥലത്തിനും കീഴ്പ്പെടണം. പുരുഷന്മാരെ മശിഹായുടെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തുല്യങ്ങളായ മറ്റു വല്ലതോ കൂടാതെ നമ്മളെയും വിശുദ്ധമായ ദേശീയമായ സ്വകീയാപരമായിട്ട് സഭയ്ക്കായ മശിഹാസുബ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ പുരുഷൻ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസബന്ധികളും അസ്ഥിബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് എന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരൊരുവരെ ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ ഇതുപോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. ഭാര്യമാരെ നിങ്ങൾ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം മനുഷ്യവാർത്ത പരിശീലനത്തി ഏതൊരു കാലത്ത് ഭാര്യയെ പിരിച്ചു ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാനോട് ഉത്തരമായിട്ട് ആദ്യ തീർത്ഥമാണെന്നുമായ മനുഷ്യനെ സൃഷ്ടിച്ചു വന്നു. ആയതുകൊണ്ട് പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ 20 ശരീരമായി തീരുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ വായിച്ചിട്ടല്ലോ. ആകയാൽ രണ്ടല്ലോ ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിച്ച് മനുഷ്യൻ വ്യാപരിക്കരുതെന്ന് പറഞ്ഞു. അവൾ അവനോട് അങ്ങനെയെങ്കിൽ മോചനോത്തരം കൊടുത്ത് അവളെ പിരിച്ചുവിടാൻ മോചിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുദമ്പുരാനോത്തരമായിട്ട് മോശം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടാൻ നിങ്ങൾ എഴുതി വന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റമില്ലാതെ സ്വഭാര്യ വെട്ടിച്ചോണ്ടെടുത്ത് പരിഹരിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഹരിക്കുന്നവൻ ചെയ്യുന്നത് വിചാരം തന്നെ. Go,
അണിയിക്കും മകുടം രമ്യം എതിരായി അജയമായി ഇതിനെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ോങ്കയ്യാൽ മുടിസാഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിരാജാര്യൻ അണിയിക്കും മകുടം രമ്യം അണിയിക്കും മകുടം കൊണ്ട് ആയുഷ്കാലം സന്തോഷിപ്പാൻ തമതിയാകുകയും ചെയ്യട്ടെ. സന്തോഷിക്കുവാനാകട്ടെ. വന്ന് നിങ്ങൾ ആവശ്യത്തെ എല്ലാവരും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനം നിങ്ങളെ സംരക്ഷിക്കുവാനാകട്ടെ. മനോഹരമായ നിങ്ങളെ കാത്തുള്ളത് നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കിവിടുകയും ചെയ്യട്ടെ. സന്തോഷിച്ചപ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ദാനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചുവരി ഭൂമി നിറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹത്തിൽ വസിക്കട്ടെ. ദൈവം യാക്കോബിന് നൽകിയ അനുഗ്രഹത്തിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് വിലഞ്ഞ് ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ.
നിന്റെ പിതാവിനെ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന് ഉത്തമമായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമായിരിക്കും എനിക്ക് നിങ്ങളും മേൽപ്പെട്ട കാലയുടെ ആളുകളെ തലയിൽ വയ്ക്കപ്പെട്ടതായ നിങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ യാതൊരു സന്തോഷിച്ചും പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളുണ്ടും സമ്പാദ്യങ്ങളുണ്ടും സർവ്വ സൗഭാഗ്യങ്ങളുണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനോട് നിങ്ങൾ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലെ പോലെ നിങ്ങൾ ആരോഗ്യട്ടെ. നാമങ്ങളുടെ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. കൂട്ടിക്കൊണ്ടു വന്നോണമായി ശ്രീരാമനിലേക്ക് വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ സംഘം മുഴുവൻ കേൾക്കുമാറാകട്ടെ. നമുക്ക് സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സത്യത്തിലും നീതിയിലും സപ്രവർത്തികളും നൽകപ്പെടും നല്ല കാര്യങ്ങൾ ഉത്സാഹമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൗരന്മാരെ പഠിപ്പിച്ചുള്ളതുമാകുന്നു. മക്കളെ ബോധങ്ങൾ ദിവസത്തിലും വൃദ്ധാവേശിയാടും മാത്രമായ ജീവമേശയുടെയും ശ്രീപാടുടെയും വെളിപ്പിള്ളായവന്റെയും ജനക്കൂട്ടത്തിന് മുമ്പാകെ നിൽക്കുന്ന ഉദ്ദേശത്തിൽ ഹൃദയവിചാരങ്ങൾ അറിയുന്നവർ തന്നെ അറിയാത്തവന് മുമ്പാകെല്ലാം നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയത്ത് ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ എനിക്ക് നിങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമാനത്തിനും ഞങ്ങളുടെ അധികാരിക്കും ഒട്ടക്കാരനും സിംഹാസന്മാരിലും വിശ്വാസത്തിനും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തെ അനുഗ്രഹങ്ങൾ കരുണയും സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതമാതാവും ദൈവത്തെ നമ്മുടെ കർത്താവിനെ ജയിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും പ്രാർത്ഥന പ്രത്യേക പ്രാർത്ഥന കർത്താവ് യേശുമിശിഹായുടെ വലതുകേക്കും നിങ്ങൾ ആവസിക്കുമാറാകട്ടെ. സമാധാനം
ദൈവങ്ങൾ ദൈവത്തിന്റെ ഏകോത്തനും സർവ്വലോകം വേദാന്യോജനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനജന ശിക്ഷലാത്തനും സരാംശുൽക്കാടും സൗലവും താൻ മാത്രമായി നിർമ്മിച്ചനും മനുഷ്യായ ക്ഷീമെടുത്തനും സഹായപ്രകാരം സ്വർഗം തുടങ്ങി ചെറുവാമൂലം ദേവമാതാവ് ശിവനി പറയാൻ ശരിയായി തീർന്നു മനുഷ്യനായക്കും ദിവസമില്ലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചറിക്കപ്പെട്ടു കഷ്ടതന്നെ വെച്ചോ മരിച്ചുടക്കപ്പെട്ടോ മൂന്നാം ദിവസം ചേർത്ത് സ്വർഗത്തിന്റെ കരയേറി തന്റെ പിതാവിന് വലുത്തുപാതിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മതത്തോടെ വിവാഹിക്കുന്നതിനും തന്റെ രാജ്യനും സലാത്തിനുമായി ചേർത്താവും ഞങ്ങൾ സകലത്തെയും ജീവിക്കുന്ന വിശ്വാസികളാകെ വരെ മുൻപിടുത്തലാകട്ടെ ആ മുത്തമ സുഖായമാണ് ബലഹീനവും കുറവുമായിട്ട് വാർത്തയുണ്ട് ബഹുമാന്യവാസമാനത്തുമായി കേൾക്കപ്പെട്ട യേശു ഓശോ വിസ്മയത്തിൽ മുഴുകി ലോകരങ്ങ വിസ്മൃതിയിൽ തുടരും ലോകമെങ്ങ് മകാത്തേ യേശുനാഥൻ കാനായിലെ കല്യാണമാടേ
തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന
മൂതാട്ടിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിൻ മുള്ളുകൾ വിരൽ കൊണ്ടിന പുഷ്പങ്ങളാകുന്നു ഭാര്യ അമൃതായ
വേനലിൽ രാജകോവിലെ അലയൂ നീ അലയും ഒരു മാമ്പൂ തിരയും വസന്തകാലജാലകം മനസ്സിനിയും തുറക്കൂ സൂര്യസംഗീതം മൂകമാക്കും വാരിളം ചുണ്ടി ഈണമാകാം ഞാൻ കോവിലെ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനിയും തുറക്കൂ തെന്നൽ പദമാടി തിരുമുടി ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥ മൗനം കണ്ണിൽ നിന്നെയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു പൊന്നോ പൂമൊട്ടോ വർണ്ണത്തെ
വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. കണ്ണീർ തൂവി ശ്യാമാരണ്യത്തിൻ മീതേ, നീയാണാദ്യം പുഞ്ചിരി തൂവി നിത്യനിലാവിൻ മീതേ. പൂവന്തിക്കതിരായി നീ പൊന്മാടത്തുഞ്ചത്തും കോലക്കുഴൽ കിളിക്കുഞ്ഞേ. കസ്തൂരിക്കുറിയുണ്ട്, പവിഴപ്പുതു നിന്നുണ്ട്, നിറയോല പൂമേടക്കൂടുണ്ട്. കാണുന്നതെല്ലാം സ്വപ്നങ്ങളാക്കും കോലക്കുഴൽ കിളിക്കും. കണ്ണിൽ നിന്നെയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ. പൊന്നോ പൂമൊട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. ആഴിയുമൂഴിയും മൂളിയിണങ്ങും നേരം മാടി വിളിക്കുന്നു. പൊന്മീനോടിയ മാനത്തെ കൊമ്പിൽ ഉണ്ണി തിരിഞ്ഞോ പൂത്താരം. പുടവത്തളിരിലയുണ്ട്, ഇലവട്ടക്കുടയുണ്ട്, കോലക്കുഴൽ കിളിക്കുഞ്ഞേ. വൈഡൂര്യച്ചപ്പുണ്ട്, സിന്ദൂരക്കൂട്ടുണ്ട്, കാണാടും ചെങ്ങാലിക്കൂട്ടുണ്ട്. തേടുന്നതെല്ലാം രത്നങ്ങളാക്കും കോലക്കുഴൽ കിളിക്കും. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ. പൊന്നോ പൂമൊട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. തിരുഹിതം പോലെ നടത്തേണമേ, തിരുഹിതം പോലെ നയിക്കണമേ. തിരുഹിതം പോലെ നടത്തേണമേ, തിരുഹിതം പോലെ നയിക്കണമേ. വരുന്നു ഞാൻ തിരുമുൻപിൽ, തരുന്നു എന്നെ നിൻകരത്തിൽ. വരുന്നു ഞാൻ തിരുമുൻപിൽ. സ്നേഹിച്ചു എന്നെ തേടി വന്നു, കാൽവരി സ്നേഹത്താൽ വീണ്ടെടുത്തു. സ്നേഹിച്ചു എന്നെ തേടി വന്നു, കാൽവരി സ്നേഹത്താൽ വീണ്ടെടുത്തു. തിരുഹിതം എന്നിൽ നിറവേറ്റിടാൻ തിരുകരത്തിൽ എന്നെ അർപ്പിക്കുന്നു. തിരുഹിതം എന്നിൽ നിറവേറ്റിടാൻ തിരുകരത്തിൽ എന്നെ അർപ്പിക്കുന്നു. തിരുഹിതം പോലെ നടത്തേണമേ, തിരുഹിതം പോലെ നയിക്കണമേ. തിരുഹിതം പോലെ നടത്തേണമേ, തിരുഹിതം പോലെ
തിരുഹിതം പോലെ നയിക്കണമേ. വരുന്നു ഞാൻ തിരുമുൻപിൽ, തരുന്നു എന്നെ നിൻ കരത്തിൽ. വരുന്നു ഞാൻ തിരുമുൻപിൽ, തരുന്നു എന്നെ നിൻ കരത്തിൽ. നമ്മുടെ ഭർത്താവിനോട് ശുദ്ധമുള്ളവർത്തുറമേ നമ്പുരാന്റെ അമ്മേ ഭാഗങ്ങളാക്കി വേണ്ടി പോലെപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തിനും നമ്പുരാന്റെ വേണ്ടിച്ചുകൊള്ളണമേ. ആമേൻ. തിരുസന്നിധിയിൽ നിന്ന് ഇന്നുവരെ ഞങ്ങൾ പ്രാപിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും കരുണകളെയും നന്ദി നിറഞ്ഞ സമാധാനവും സന്തോഷമുള്ള ഈ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവ് വിവാഹത്തിൻ്റെ ആദ്യത്തെ അനുഗ്രഹമായി അവിടുത്തെ ചുരുങ്ങിയ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളിതിനെ നടത്തിക്കൊടുക്കുന്നു. വിവാഹത്തോടും അതേ തുടർന്നുള്ള എല്ലാ ചടങ്ങുകളും നിലനിഷ്ഠമായി നടത്തുവാൻ ഇപ്പോൾ നാല് പ്രവാസം ബന്ധപ്പെട്ടവരുമായി പ്രവാസികൾക്ക് പോകുന്നു. അവിടുത്തെ അനുഗ്രഹവും കൃപയോടും ഉണ്ടാകണം. ക്ഷമമായി അവിടെ ചെന്നേറുന്ന എല്ലാവരെയും കണ്ട് സന്തോഷിപ്പാനും നിന്നെ സ്തോത്രം ചെയ്ത് മുഖത്ത് കൊടുക്കുവാനും കൃപയുമാണ്. നമ്മൾ ദിനത്തിൻ്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രം സമർപ്പിക്കുന്നു. കൊടുക്കട്ടെ ചോദിയത് വാങ്ങിക്കട്ടെ. 3 പ്രാവശ്യം രണ്ടുപേരും ചേർന്ന് മുട്ടിക്കണോ? അത് വരുന്നു. മോളെ നീ ഇന്നോട്ട്
എന്തുവാ ഇനിയിപ്പോ യാത്ര വയ്ക്കാൻ നോക്കുന്ന യാത്ര വയ്ക്കാം യാത്ര വെച്ചിറങ്ങാം. പൂങ്കിളിയേ വായാടി പൂനുള്ളാൻ നീ വരില്ലേ പൂങ്കിളിയേ വായാടി പൂനുള്ളാൻ നീ വരില്ലേ പൂക്കളങ്ങൾ പൂവിളികൾ എങ്ങുമെങ്ങും പൊൻവസന്തം പൂക്കളങ്ങൾ പൂവിളികൾ എങ്ങുമെങ്ങും പൊൻവസന്തം പൂങ്കിളിയേ വായാടി പൂനുള്ളാൻ നീ വരില്ലേ
ചിങ്ങക്കുളിർ തെന്നൽ വന്നു ആറ്റിറമ്പിൽ പമ്മി നിന്നു. ചിങ്ങക്കുളിർ തെന്നൽ വന്നു ആറ്റിറമ്പിൽ പമ്മി നിന്നു. ആർപ്പുവിളി ആനകളി കുമ്മിയടി പാട്ടു നീലേ. താരകപ്പു പെൺമണികൾ താലമേന്തി നൃത്തമാടി. താരകപ്പു പെൺമണികൾ താലമേന്തി നൃത്തമാടി. തുമ്പിതുള്ളാൻ ഉയലടാൻ നീ വരില്ലേ വായാടി. തുമ്പിതുള്ളാൻ ഉയലടാൻ നീ വരില്ലേ വായാടി. കുമിളിയേ വായാടി കുരുള്ളാൻ നീ വരില്ലേ. വിണ്ണിലെങ്ങും ഓണമില്ല തുമ്പിതുള്ളും മോഹമില്ല. വിണ്ണിലെങ്ങും ഓണമില്ല തുമ്പിതുള്ളും മോഹമില്ല. മണ്ണിലല്ലേ ഓണമേളം ഓണക്കളി പാട്ടുമേളം. നിന്റെ കിളി കൊഞ്ചലാലൻ നോവുകളി പൂക്കളായി. നിന്റെ കിളി കൊഞ്ചലാലൻ നോവുകളി പൂക്കളായി. എന്നോണം എൻ വസന്തം നീയാണെൻ വായാടി.